തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. കെ മുരളീധരന്റെ അനുയായിയും DCC ഓഫീസ് സെക്രട്ടറിയുമായ സജീവൻ കുരിയേച്ചിറയെയാണ് മർദ്ദിച്ചത്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് സജീവൻ കുരിയേച്ചിറ പറഞ്ഞു. ഞാനും ബാബുവിനെ അവരൊക്കെ വിളിച്ച് അവനെ നശിപ്പിക്കുന്നു. എന്നോട് കടന്നു പുറത്തു പോവാ. ഞാൻ തന്നെ പോകണം. ഞാൻ DC സെക്രട്ടറിയാണ്. ഞാൻ 45 ദിവസം ഇതിന് ഇലക്ഷന് 24 മണിക്കൂറും വർക്ക് ചെയ്ത ഞാൻ ലീഡേഴ്സൊക്കെ സംസാരിച്ചിട്ട് അവരെത്തും. അനാവശ്യമായി DCC പ്രസിഡന്റ് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. അനാവശ്യമായി ഉണ്ടാക്കിയത്. ഞാൻ ഇവിടെ ഇരിക്കും. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, കെ മുരളീധരന്റെ ദയനീയ പരാജയത്തിന് ശേഷമാണ് ഈ തൃശൂർ കോൺഗ്രസിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. നിലവിലെ സ്ഥിതിഗതികൾ എന്താണ് ഇപ്പോൾ? നിലിമ, വലിയ സംഘർഷാവസ്ഥയിലായിരുന്നു വൈകിട്ട് തൃശൂർ DCC ഓഫീസ്. ഇന്ന് വൈകിട്ടാണ് സംഘർഷം അല്ലെങ്കിൽ ഇവിടുത്തെ ചേരിപ്പോരുകളെല്ലാം മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയത്. DCC ഓഫീസ് സെക്രട്ടറി സജീവൻ കുരിയേച്ചിറയ്ക്ക് മർദ്ദനമേറ്റു. ഇതിന് പിന്നാലെ സജീവനെ അനുകൂലിക്കുന്നവർ സജീവനെ പിന്തുണയുമായി ഒരു പക്ഷം എത്തി. ഇവരും ജോസ് വള്ളൂരിന്റെ ഒപ്പം ഉണ്ടായിരുന്നവരും തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയും പോരുവിളിക്കുകയുമായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, വലിയ പോസ്റ്റർ പ്രതിഷേധവും ഒറ്റയാൾ പ്രതിഷേധങ്ങളും ഒക്കെ തൃശൂർ DCC ഓഫീസിന് മുന്നിലുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസുകാർ ആദ്യം പ്രതിഷേധിച്ചു. ഏറ്റവും ആദ്യം പ്രതിഷേധവുമായി പരസ്യമായി രംഗത്ത് വന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. മുരളീധരന്റെ ദയനീയ പരാജയത്തിന് പിന്നാലെയായിരുന്നു പ്രതികരണം. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു സംഘം, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TN പ്രതാപൻ, ഇവരെല്ലാം ചേർന്നുള്ള ഒരു നെക്സസ്, ഈ ഗ്രൂപ്പ് മുരളീധരനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. BJPയിൽ നിന്നും ഇവർ പണം കൈപ്പറ്റി പരാജയപ്പെടുത്തി എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസുകാരുടെയും ആരോപണം. യൂത്ത് കോൺഗ്രസുകാർ ആണ് ഇത്തരത്തിൽ ആദ്യ പ്രതിഷേധം അറിയിച്ചത്. ഇത്രയും ശക്തനായ ഒരു നേതാവ്, K കരുണാകരന്റെ മകൻ, അങ്ങനെ കോൺഗ്രസിലെ ഇവിടെ തൃശൂർ അവതരിപ്പിക്കാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ മുന്നിൽ നിന്ന ഈ സംഘം, ഇവർ മറ്റുള്ളവരോട് എന്ത് ചെയ്യില്ല. മുരളീധരൻ അനുഭവം ഇതാണെങ്കിൽ മറ്റു കോൺഗ്രസ് പ്രവർത്തകരുടെ അനുഭവം എന്തായിരിക്കുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചത്. അന്ന് രാവിലെയും ഒരു പോസ്റ്റർ ഈ DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ DCC ഓഫീസിന്റെ മുന്നിൽ 2 തൂണുകൾ നിറയെ പോസ്റ്ററുകളായിരുന്നു. ഈ പ്രതിഷേധ പോസ്റ്ററുകളിൽ ഇന്നത്തെ പ്രതിഷേധത്തിൽ 2 പേരുടെ പേരുകൾ കൂടി ഉണ്ടായിരുന്നു. MP വിൻസെന്റ്, മുൻ MLA-മാരായ MP വിൻസെന്റും അനിൽ അക്കരയും, ഈ 2 പേരുടെ പേരാണ്. അതായത് തിയോഫിൻ, ഇവർക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നത്. അനിൽ അക്കരയും MP വിൻസെന്റും BJPയിൽ നിന്ന് പണം വാങ്ങി BJPയെ സഹായിക്കുന്ന നിലപാടെടുത്തു എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. നേരത്തെ TN പ്രതാപനും അതുപോലെ DCC പ്രസിഡന്റിനുമെതിരെ സമാനമായ ആരോപണം പറയുന്ന പോസ്റ്റർ ഉയരുകയും ചെയ്തിരുന്നു. നീലിമ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നെക്സസ് എന്ന കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന ഒരു സംഘം. ആ സംഘത്തിൽ ഉൾപ്പെട്ട ഈ MP വിൻസെന്റിന്റെയും അനിൽ അക്കരയുടെയും പേരുകൾ നേരത്തെ പറഞ്ഞിരുന്നില്ല. ഇന്നാണ് ആ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രതിഷേധ പോസ്റ്റർ വന്നത്. കാരണം ആ പോസ്റ്ററുകളിൽ വ്യക്തമായി പറയുന്നുണ്ട്, അനിൽ അക്കര BJPക്ക് അനുകൂല BJPയുടെ ഏജന്റ് ആണോ എന്ന് ചോദിക്കുന്നു. അതിനവർ പറയുന്ന കാരണം കൂടിയുണ്ട്. അനിൽ അക്കരയുടെ വാർഡിൽ പോലും BJPക്ക് മുൻതൂക്കമുണ്ടാകുന്നു. അക്കരയുണ്ടായിരുന്ന BJPയെ ഇക്കരെ എത്തിച്ച് സ്വന്തം വാർഡിൽ പോലും വിജയിപ്പിച്ച ആളാണ് അനിൽ അക്കര. അതുകൊണ്ട് തന്നെ അനിൽ അക്കര, MP വിൻസെന്റ് അനിൽ അക്കര മുരളീധരന് വേണ്ടി അടിച്ച പോസ്റ്ററുകൾ കിണറ്റിലെറിഞ്ഞു എന്നും ഈ പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. കോൺഗ്രസ് ബ്രിഗേഡ് എന്ന പേരിലായിരുന്നു രാവിലെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്റെ തുടർച്ചയായാണ് ഈ പോസ്റ്ററുകളുടെ തുടർച്ചയായി ഓരോ ദിവസവും പോസ്റ്റർ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു ഇനിയും തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാകുമെന്ന്. പക്ഷെ അപ്രതീക്ഷിതമായാണ് ഇന്ന് വൈകിട്ട് കെ മുരളീധരന്റെ തോൽവിയെ ചൊല്ലി തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. വിവരങ്ങളാണ് തിയോഫിൻ പങ്കുവച്ചത്.